ലോകത്ത് ഇന്ന് തൊഴിലില്ലായ്മ ഇല്ലാത്ത ഒരേ ഒരു മേഖലയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സൈബർ സെക്യൂരിറ്റി. ലോകത്ത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് വെറും 0% മാത്രമാണ്. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഒരു ഡിജിറ്റൽ യുഗത്തിലാണ്. രാവിലെ കണ്ണു തുറക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഇന്റർനെറ്റും സ്മാർട്ട് ഫോണും ഇല്ലാതെ നമുക്ക് ജീവിതമില്ല. എന്നാൽ ഈ ഡിജിറ്റൽ സൗകര്യങ്ങൾക്കൊപ്പം തന്നെ നമ്മുടെ സ്വകാര്യതയ്ക്കും പണത്തിനും വലിയൊരു ഭീഷണിയുണ്ട്. അതാണ് സൈബർ കുറ്റകൃത്യങ്ങൾ. ഓരോ ദിവസവും ഹാക്കിങ്ങും ഓൺലൈൻ തട്ടിപ്പുകളും വർദ്ധിക്കുമ്പോൾ ഇവയെ തടയാൻ നമുക്കൊരു പുതിയ തരം സുരക്ഷാ ഭടന്മാരെ ആവശ്യമുണ്ട്. അവരെയാണ് നമ്മൾ സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽസ് എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലും ഈ ജോലികൾക്ക് ഇപ്പോൾ ഇത്രയും ഡിമാൻഡ് വരുന്നത്? ആരും പറയാത്ത ആ കാരണങ്ങൾ നമുക്ക് നോക്കാം. എന്തുകൊണ്ട് സൈബർ സെക്യൂരിറ്റി? എന്തുകൊണ്ടാണ് കമ്പനികൾ സൈബർ സെക്യൂരിറ്റിക്ക് ഇത്രയും പ്രാധാന്യം നൽകുന്നത്? ഡേറ്റ പ്രൊട്ടക്ഷൻ. ഒരു കമ്പനിയുടെ ഏറ്റവും വലിയ സമ്പത്ത് അവരുടെ ഡേറ്റയാണ്. ഇത് മോഷ്ടിക്കപ്പെട്ടാൽ ആ കമ്പനിയുടെ വിശ്വാസ്യതയും പണവും നഷ്ടപ്പെടും. ഡിജിറ്റൽ ബാങ്കിംഗ്. ഇന്ത്യയിൽ UPI ഇടപാടുകൾ കുതിച്ചുയരുകയാണ്. ഓരോ ചെറിയ കടയിലും ഡിജിറ്റൽ പേയ്മെന്റ് വന്നതോടെ ഓൺലൈൻ തട്ടിപ്പുകളും വർദ്ധിച്ചു. ലീഗൽ റിക്വയർമെന്റ്സ്. സർക്കാർ ഇപ്പോൾ ഡേറ്റ പ്രൊട്ടക്ഷൻ നിയമങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കമ്പനികൾക്കും ഒരു സൈബർ സെക്യൂരിറ്റി ടീം അത്യാവശ്യമായി മാറിക്കഴിഞ്ഞു. ഇന്ത്യയിലെയും കേരളത്തിലെയും സാധ്യതകൾ. ഇനി നമുക്ക് നമ്മുടെ നാട്ടിലെ കാര്യം നോക്കാം. ഇന്ത്യ ഇന്ന് ലോകത്തിന്റെ ഡിജിറ്റൽ ഹബ്ബായി മാറിക്കഴിഞ്ഞു. ഇന്ത്യയുടെ അവസ്ഥ ഏകദേശം 1.5 സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണലുകളുടെ കുറവാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ജോലികൾ ഒരുപാടുണ്ട്, പക്ഷെ അത് ചെയ്യാൻ പഠിച്ച ആളുകൾ കുറവാണ്. കേരളത്തിന്റെ പ്രാധാന്യം. കേരളത്തിൽ കൊച്ചി ഇൻഫോ പാർക്കും തിരുവനന്തപുരം ടെക്നോ പാർക്കും അതിവേഗം വളരുകയാണ്. നിരവധി വിദേശ കമ്പനികൾ കേരളത്തിൽ തങ്ങളുടെ സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്ററുകൾ തുടങ്ങുന്നുണ്ട്. വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റീസ്. സൈബർ സെക്യൂരിറ്റി മേഖലയിലെ മറ്റൊരു പ്രത്യേകത ഇതിൽ നല്ലൊരു ശതമാനം ജോലികളും വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ സാധിക്കുമെന്നതാണ്. ഇത് മലയാളികൾക്ക് വലിയൊരു അവസരമാണ് നൽകുന്നത്. ഇനി ജോലി കിട്ടാൻ എന്ത് ചെയ്യണം? ഈ ഫീൽഡിലേക്ക് വരാൻ IT പശ്ചാത്തലം വേണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ നല്ലത്, പക്ഷെ നിർബന്ധമില്ല. ശരിയായ സ്കില്ലുകൾ ഉണ്ടെങ്കിൽ ആർക്കും ഈ മേഖലയിലേക്ക് കടന്നു വരാൻ സാധിക്കും. ഫണ്ടമെന്റൽ നോളജ്. നെറ്റ്വർക്കിംഗ്, ലിനക്സ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവയിൽ പ്രാഥമികമായ അറിവ് നേടുക. സർട്ടിഫിക്കേഷനുകളെ കുറിച്ച് പറയുമ്പോൾ ഈ മേഖലയിൽ കരിയർ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും മികച്ച ഒരു ഓപ്ഷനാണ് എൻട്രി നൽകുന്ന കോഴ്സ്. എൻട്രി കോഡിംഗ് ഇപ്പൊ സൈബർ സെക്യൂരിറ്റിയിൽ ഒരു കംപ്ലീറ്റ് കോഴ്സ് നൽകുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു AI ഇന്റഗ്രേറ്റഡ് കോഴ്സ് ആണ് എന്നതാണ്. അതായത് ഇന്നത്തെ കാലത്ത് ഹാക്കർമാർ AI ഉപയോഗിക്കുമ്പോൾ അവരെ നേരിടാൻ AI എങ്ങനെ ഉപയോഗിക്കാമെന്നും നിങ്ങൾ ഇതിലൂടെ പഠിക്കും. കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് ഇൻഡസ്ട്രി അംഗീകാരമുള്ള സർട്ടിഫിക്കേഷനും എൻട്രി നൽകുന്നുണ്ട്. പ്രാക്ടിക്കൽ സ്കിൽസ്. വെറുതെ പഠിച്ചാൽ പോരാ, ഹാക്കിംഗ് ലാബുകളിൽ പ്രാക്ടീസ് ചെയ്യുകയും പുതിയ ഭീഷണികളെ കുറിച്ച് അറിഞ്ഞിരിക്കുകയും വേണം. ശമ്പളവും കരിയർ വളർച്ചയും. മറ്റ് IT ജോലികളെ അപേക്ഷിച്ച് സൈബർ സെക്യൂരിറ്റി മേഖലയിൽ ശമ്പളം വളരെ കൂടുതലാണ്. തുടക്കക്കാർക്ക് പോലും മികച്ച പാക്കേജുകൾ ലഭിക്കുന്നുണ്ട്. നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആകുന്നതിനനുസരിച്ച് ഡിമാൻഡ് വർദ്ധിക്കുകയല്ലാതെ കുറയുന്നില്ല. കാരണം ടെക്നോളജി വളരുന്നതോടൊപ്പം ഹാക്കർമാരും ഉണ്ടാകും. അവരെ തടയാൻ നിങ്ങളെ പോലുള്ള സെക്യൂരിറ്റി എക്സ്പേർട്ടുകളും വേണ്ടിവരും. അപ്പൊ കൂട്ടുകാരെ, IT മേഖലയിൽ ഒരു സുരക്ഷിതമായ കരിയർ നോക്കുന്നവർക്ക് സൈബർ സെക്യൂരിറ്റി ഒരു ജാക്ക്പോട്ട് തന്നെയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യും. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.